എല്ലാ കൂട്ടുകാർക്കും പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചറിലെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തെക്കുറിച്ചാണ്. ജാഹിലിയ കാലഘട്ടത്തിലെ ജീവിത രീതി, മതവിശ്വാസം, സാഹിത്യമായിട്ടുള്ള ജീവിതം, ഇതൊക്കെ നമ്മൾ പഠിക്കും. ആദ്യം നമുക്ക് കലിമത്തുൽ ജാഹിലിയ, ജാഹിലിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ജാഹിലിയ എന്ന വാക്ക് ലുഗത്തൻ, ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? അദമുൽ ഇൽമി, ഇൽമില്ലാതാവുക, അറിവില്ലായ്മക്കാണ് ജഹാലത്ത്, ജാഹിലിയ എന്ന് പറയാം. ഇനി അസഫഹു, വിഡ്ഢിത്വം, വത്വൈഷു, വഴികെട്ട ജീവിതം, ഇതിനും ജാഹിലിയ എന്ന വാക്ക് ഉപയോഗിക്കും. ഇസ്തുലാഹൻ, ഇനി സാങ്കേതികമായിട്ട് നോക്കുമ്പോൾ അഹ്വാലുൽ അറബി, അറബികളുടെ അവസ്ഥ, ഖബ്ലൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പ്, കാനത്ത് ഹയാത്തുഹും, അവരുടെ ജീവിതമായിരുന്നു, ഫിസ്സഫഹി വത്വൈഷ്, വഴികെട്ട ജീവിതമാണ് അവർ നയിച്ചത്, വത്വൈഷി, വഴികേട്, വൽ ഖംർ, കള്ള്, വൽ മുഗാസല, പ്രേമിക്ക, സ്ത്രീകളുമായിട്ടുള്ള സംസാരം, ഇതിലൊക്കെ ജീവിതം ഹോമിച്ച ആളുകളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ. ഇനി നമ്മൾ പഠിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ സോഷ്യൽ ലൈഫാണ്, സാമൂഹിക ജീവിതം. ജാഹിലിയ കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. അറബികൾ രണ്ട് ഐറ്റം അറബികളുണ്ട്. ഒന്ന് അൽ ഹലർ. എന്താ ഹലർ എന്ന് പറഞ്ഞാൽ? സംസ്കാര സമ്പന്നരായ അറബികൾ. സുക്കാനുൽ മുദൻ, അർബൺ ഏരിയയിൽ താമസിക്കുന്ന, നഗരങ്ങളിൽ താമസിക്കുന്ന അറബികൾ. ഇവർ നയിച്ചത് ഈശത്തുൽ ഇസ്തിഖ്റാർ, ഒരു സ്ഥലത്തിന് അടങ്ങി താമസിക്കുന്ന സ്ഥിര ജീവിതമാണ് അവർ നയിച്ചത്. യഅ്തമദു, അവർ ആശ്രയിച്ചത് അത്തിജാറ, ബിസിനസ്സാണ്. വസിറ, കൃഷിയും ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിച്ച പട്ടണങ്ങളിലെ ഒരു വിഭാഗം അറബികളുണ്ട്, അവർക്കാണ് ഹലേരികൾ എന്ന് പറയാം. എന്നാൽ രണ്ടാമതൊരു വിഭാഗം അറബികളുണ്ട്, ആ അറബികൾക്കാണ് ബദവികൾ എന്ന് പറയാം. ബദുക്കൾ എന്നൊക്കെ പറയും മലയാളത്തിൽ, ബദുക്കൾ. എന്താ ഈ ബദുക്കളുടെ പ്രത്യേകത? ബദുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഖൗമുൻ റുഹലുൻ, നാടോടികളായ ആളുകളാണ് ഇവർ. ഖൗമുൻ റുഹൽ, നാടോടികൾ, നൊമാഡ്സ്. യന്തഖിലൂന, അവർ സഞ്ചരിക്കും, മിൻ മക്കാനിൻ, ഒരു സ്ഥലത്ത് നിന്ന്, ഇലാ ആഖറ, മറ്റൊരു സ്ഥലത്തേക്ക്, തൊലബൽ റിസ്ക്, അന്യമന്വേഷിച്ച് നടക്കും. ഇനി ജാഹിലിയ കാലത്ത് നല്ല ദാരിദ്ര്യമുണ്ടായിരുന്നു. കാനൽ ഫഖ്റു, ദാരിദ്ര്യമായിരുന്നു, ഹുവല്ലാഹിറത്തുൽ ഇജ്തിമാഇയ, ഒരു സോഷ്യൽ പ്രോബ്ലം ആയിരുന്നത്. കാന ഹുനാക്ക, അവിടെയുണ്ടായിരുന്നു, ഫിത്യാനുൻ, യുവാക്കളുണ്ടായിരുന്നു, യഈശൂന, അവർ ജീവിക്കുന്നു, അലന്നഹബി, കൊള്ള നടത്തിയിട്ട്, വസൽബ്, മറ്റുള്ളവരെ മോഷണം നടത്തിയിട്ട്, സാറു, അവർ ആക്രമണം അഴിച്ചുവിട്ടു, അല ബുഖല ഇബ്നുൽ അഗ്നിയ, പിശുക്കരായ ധനാഢ്യർക്കെതിരെ, ബൂർഷകൾക്കെതിരെ പോരാടിയ ആളുകളുണ്ട്. സുമ്മിഹ ഉലായി, ഇങ്ങനെ ധനികർക്കെതിരെ പോരാടിയ ആളുകളുടെ പേരാണ് അസ്വആലീഖ് എന്നാണ് അവരെ വിളിക്കുക. ഇനി വേറെ സംഭവമുണ്ട്, അയ്യാമുൽ അറബ് എന്നറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധവും കൊള്ളയും പതിവാക്കിയ അറബികളുടെ ദിവസം എന്നറിയപ്പെടുന്നതിന് അയ്യാമുൽ അറബ്. അൽ അയ്യാമുല്ലത്തി തുൻഷബു ബിഹൽ മആരിക്, യുദ്ധത്തിനായി നീക്കിവെച്ച മാസങ്ങൾ. ബൈനൽ ഖബായിലി, കബീലകൾക്കുള്ള ഉദാഹരണമാണ് ദാഹിസ് വൽ ഖബ്ര, യുദ്ധമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഗോത്രക്കാരുടെ പോരാട്ടം, കലാപം, യുദ്ധം, അതിനുവേണ്ടി നയിക്കപ്പെട്ടതാണ് അൽ അയ്യാമുൽ അറബ്. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഷോർട്ട് ക്വസ്റ്റ്യനിലൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിലൊക്കെ ഈ അയ്യാമുൽ അറബ് എന്താ, അല്ലെങ്കിൽ സ്വാലിക്ക് എന്താന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവാം. പിന്നെ അറബികളുടെ പ്രത്യേകത അവരുടെ റിവെഞ്ച് ഭയങ്കരമാണ്, അവരുടെ പ്രതികാരദാഹം. അൽ അഖ്ദു ബിസ്സഅർ, റിവെഞ്ച് അടിക്കുക, ടേക്കിംഗ് റിവെഞ്ച്, പ്രതികാരമെടുക്കുക. അർ റജ്ലു, ഒരാൾ, യതഅസ്സറു മിൻ ലിമൻ ഖുതില മിൻ അഖാരിബിഹി, യസ്അറു മിൻ ലിമൻ ഖുതില മിൻ അഖാരിബി, തൻ്റെ കുടുംബക്കാരാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികാരം വീട്ടാനായിട്ട് ജീവിക്കും. കാനു യഅ്തസിഊന ബി അബ്നാഇഹിം, ആൺമക്കളുണ്ടായാലാണ് അവർക്ക് വലിയ സന്തോഷം, അലൽ ബനാത്തി, പെൺമക്കളേക്കാൾ. ഇനി അറബികളുടെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്താ അറിയോ? അൽ വഫാ, കരാറ് പാലിക്കും.
ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. അൽ വഫാഉ മിൻ അഖ്ലാഖിൽ അറബ്, അറബികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. കാനു യഅ്തസൂന ബിഹാദിഹി സിഫ, ഈ സിഫത്ത് കൊണ്ട് ഒരു വലിയ ഇസ്സത്തുള്ള ആളുകളായിരുന്നു, വലിയ അഭിമാനം നടിക്കും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞ വാക്കാണെന്നൊക്കെ പറഞ്ഞ അഭിമാനം നടിക്കുന്ന ആളുകളാണ്. ഇനി നമ്മൾ പഠിക്കുന്ന അവരുടെ മതപരമായ ചിന്തയാണ്. അവർ ബിംബത്തെ ആരാധിച്ചിരുന്ന ആളുകളാണ്. അബദു, നമ്മൾ അൽ ഹയാത്തു ദുനിയ റിലീജിയസ് ലൈഫ് പഠിക്കുകയാണ്. അബദു, അവർ ആരാധിച്ചു, അൽ അസുനാമ, ബിംബങ്ങളെ, വൽ ഔഥാന, ബിംബങ്ങൾ. എന്താ ബിംബത്തിന് ഉദാഹരണമാണ് ലാത്ത, ഉസ്സ, മനാത്ത. മാത്രമല്ല അവർ പറഞ്ഞു അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ബിംബങ്ങളെ ആരാധിക്കണം എന്നവർ വിശ്വസിച്ചു. എഴുത്തക്കതു, അവർ വിശ്വസിച്ചു ലയംബഗലി അഹദിൻ, അനിവാര്യമാണ് അയ്യത്തഖറബ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കൽ, ഇല്ലാൻ ത്വരിഖി ഹാദിഹിൽ അസ്നാം, ഈ ബിംബങ്ങളുടെ വഴിയിലല്ലാതെ അടുക്കാൻ കഴിയില്ല. അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ബിംബങ്ങളെ ആരാധിക്കണം എന്ന് അവർ വിശ്വസിച്ചു. ഇനി അവരുടെ മതപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ചില ഗോത്രങ്ങൾ, ബഅദുൽ ഖബായിൽ, ചില ഗോത്രങ്ങൾ അബദു, അവർ ആരാധിച്ചത് അല്ലവാഹിറ ത്വബിഇയ്യ, പ്രകൃതി പ്രതിഭാസങ്ങളെ ആരാധിച്ചിരുന്ന ചില അറബികളുണ്ട്. ഉദാഹരണം കശംസി, സൂര്യൻ, വൽഖമർ, ചന്ദ്രൻ. ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിലും മതവിശ്വാസമില്ലാത്ത ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അൽ മുൽഹിദ്, മതവിശ്വാസമില്ലാത്ത ആളുകൾക്ക് മുൽഹിദ് അറിയാം. മൻ അങ്കറൽ ഇലാഹ, ഇലാഹിനെ നിഷേധിച്ച ആൾ, ഓഹു മുൽഹിദുൻ, അവൻ മുൽഹിദാണ്. കാനബാദും, ചില ആളുകളായിരുന്നു മുൻകിരീൻ അൽ ഇലാഹ, ഇലാഹിനെ നിഷേധിച്ച ആളുകളുണ്ടായിരുന്നു. ഇനി ചില ആളുകൾ ഇബ്രാഹിം നബിയുടെ ചര്യ അനുസരിച്ച് ജീവിച്ച ആളുകളുണ്ട്. ദീനു ഇബ്രാഹിം, ഇബ്രാഹിമി ചര്യ. ബാദുൽ അറബ്, ചില അറബികൾ ആഷു, അവർ ജീവിച്ചു അല ദീൻ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം. അതിൽപ്പെട്ടതാണ് സെയ്ദ് ബിൻ അംർ ബിൻ തുഫൈൽ, ഉമയ്യത്ത് ബിൻ അബി സുൽത്തൊക്കെ. ഇനി അവിടെ ചില ക്രിസ്ത്യൻ ഏരിയകളുണ്ടായിരുന്നു. മവാത്തിനുദ്ദിയാനത്തിൽ മസീഹിയ, ജാഹിലിയ കാലത്തെ ഒരു ക്രിസ്ത്യൻ സെൻറ്റർ, അതാണ് നജ്റാനും ഹീറയ്ക്ക്. ഇനി അവിടെ ജൂതന്മാരുണ്ടായിരുന്നു. ഇൻതശറത്തിൽ യഹൂദിയ, ജുഡായിസം അവിടെ പ്രചരിച്ചിരുന്നു, പ്രത്യേകിച്ചും യസിരിബിലും ഹീറയിലും. ഇനി ചില അറബികൾ ജിന്നിനെ ആരാധിച്ചിരുന്നു. ഇബാദത്തുൽ ജിന്നി വൽ മലായിക്ക, ചില ആളുകൾ മലക്കുകളെയും ആരാധിച്ചു. അതൊക്കെ അവിടെ സാധാരണയായിട്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് അൽ ഹയാത്തുൽ അദബിയാണ്, സാഹിത്യ ജീവിതം. അപ്പോൾ ആദ്യം നമുക്ക് അദബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പഠിക്കാം. അദബ് എന്ന് പറഞ്ഞ വാക്ക് പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഒരു സദ്യയിലേക്കോ ഒരു ട്രീറ്റിലേക്കൊക്കെ ക്ഷണിക്കണീനാണ്. പണ്ട് ആദ്യം ഉപയോഗിച്ച ഭാഷയിൽ ആ അദബ് എന്ന് പറഞ്ഞ കലിമത്ത്, അദബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ലോകത്തൻ ഭാഷയിലുള്ള അർത്ഥം എന്താ? അദ്ദുആ ഇലൽ മഅ്ദബ, സദ്യയിലേക്ക് ക്ഷണിക്കുക. ഇസ്തിലാഹൻ, ഇനി ഇസ്തിലാഹൻ നോക്കുകയാണെങ്കിൽ അൽ ഇൻതാജു ഷേരി വന്നസിരി, കാവ്യമോ ഗദ്യമോ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ ഇന്ന് എന്ത് പറയും? അദബ് എന്ന് പറയും. ഇനി അറബികൾക്ക് സാഹിത്യത്തോട്, പ്രത്യേകിച്ച് കവിതയോട് വലിയ താല്പര്യമായിരുന്നു. കാനലി കുല്ലി കബീലത്തിൻ, എല്ലാ കബീലകൾക്കും ഉണ്ടായിരുന്നു ഷാഇറുൻ, ഒരു കവി ഉണ്ടായിരുന്നു. യഹ്തമൂന, അവരിങ്ങനെ അലി യഹ്തസൂന അലി യംദഹൂന, അവരിങ്ങനെ സ്തുതിക്കും. ബി അംജാദിൽ ഖലീഫ, കബീലയുടെ മഹത്വം. വൈദാഫിയൻ കബീല, കബീലക്കെതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ അവർ എതിർക്കും. കാനു യുഖീമൂൻ അൽ മഹാഫില, അവർ കാവ്യ സദസ്സുകൾ സംഘടിപ്പിക്കുമായിരുന്നു. ഫി അസ്വാഖി ഉഖാദ്, ഉഖാദ് മേളയിലും, വൽ മിജന്ന, മിജന്നയിലും, വദിൽ മജാസ്, ദിൽ മജാസിലുമൊക്കെ. ഇനി കാനന്നാസു, ജനങ്ങളായിരുന്നു. യജ്തമിഊന ഹൗല ശുവറാ, കവികൾക്ക് ചുറ്റും ഇങ്ങനെ ഇരിക്കും. ലിയസ്മഊഹും, അവർ പറയുന്നത് കേൾക്കാൻ. ഇദാ ലഹറ ഫീ ഖബീലത്തിൻ ഷായിറുൻ, ഒരു ഗോത്രത്തിലൊരു കവി പിറന്നാൽ, അഖ്ബല ഇലൈഹിമുൽ ഖബായിലുൽ ഉഖ്റ, മറ്റു ഗോത്രക്കാരൊക്കെ എന്തിനലി തഹ്നിയ സ്തുതിക്കാൻ. കാന ഷായിറു, ഒരു കവി യംദഹുൽ ഖാമില, ഒരു ചീത്താളെ ചിലപ്പോൾ സ്തുതിക്കും. ഫയർഫഉ മിൻ ദിക്രിഹി, അയാളുടെ ആ സ്തുതി കാരണം അയാളുടെ സ്ഥാനം സമൂഹത്തിൽ ഉയരും. വയദുമ്മു ഷരീഫ, ഒരു മാന്യനായ ആൾ ചിലപ്പോൾ ഒരു കവി ചീത്ത വിളിക്കും. ഫയഖല്ലിലു മിൻ ഖദ്രിഹി, അയാളുടെ ഖദർ, അയാളുടെ പദവി അവിടെ കുറയാനുള്ള സാധ്യതയുണ്ട്. അത്രയും സ്വാധീനം ഈ കവികൾക്കുണ്ടായിരുന്നു. ഇനി ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിയാണ് സുഹൈർ ബിൻ അബി സുൽമ. ഇദ്ദേഹം ഒരു കവിത എഴുതിയ ഒരു വർഷം അതിങ്ങനെ മിനുക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അയാളുടെ കവിതയെ ഹൗലിയാത്ത് എന്ന് പറയാം. ഹൗലി പറഞ്ഞ ഒരു വർഷം എന്നാണ്. നോക്കൂ, കാന സുഹൈർ ബിൻ അബി സുൽമ
സുഹൈർ ബിൻ അബി സുൽമയായിരുന്നു യുനല്ലിമു ബഅദ ഖസായിദിഹി, ചില കവിതകളൊക്കെ രചിക്കും, വയജൂദുഹ, അതിനെ നന്നാക്കിക്കൊണ്ടേയിരിക്കും, ഫി ഹൗലിൻ കാബിലിൻ, ഒരു വർഷം മുഴുവൻ. ഫസുമ്മിയത് ഖസായിദു, അതുകൊണ്ട് സുബൈർ ബിൻ അബി സുൽമയുടെ കവിതകൾ നമ്മൾ എന്താ വിളിക്കുക? ഹൗലിയാത്ത് എന്നാണ് വിളിക്കുക. അപ്പോൾ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ എന്താണ് ഹൗലിയാത്ത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്.